എയിംസിന്റെ BSc നഴ്സിംഗും പാരാമെഡിക്കൽ കോഴ്സസും ഇതിന്റെ എൻട്രൻസ് നോട്ടിഫിക്കേഷൻ പുറത്തു വന്നിട്ടുണ്ട്. April 8, 2025 ഈ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ഈ നോട്ടിഫിക്കേഷൻ വന്നതോടുകൂടി കുറേ കൺഫ്യൂഷൻസ് വന്നിട്ടുണ്ട്. കാരണം രജിസ്ട്രേഷൻ ഓപ്പൺ ആയി എന്ന് പറയുന്നു, പക്ഷെ അത് കയറി നോക്കുമ്പോഴത്തേനും പ്രോസ്പെക്ടസ് കാണാനില്ല. പേടിക്കണ്ട, ഈ രജിസ്ട്രേഷൻ 2 ലെവൽ പോലെയാണ് കിടക്കുന്നത്. ആദ്യത്തേത് ഒരു ബേസിക് രജിസ്ട്രേഷൻ ആണ്. ഈ ബേസിക് രജിസ്ട്രേഷനിലൂടെ നമ്മളൊരു കോഡ് ജനറേറ്റ് ചെയ്യേണ്ടതിന് ആവശ്യമുണ്ട്. ഇത് കഴിഞ്ഞിട്ടാണ് ഈ ഫൈനൽ രജിസ്ട്രേഷന് പോവാ. ഫൈനൽ രജിസ്ട്രേഷന്റെ ഡേറ്റ് എന്ന് പറയുന്നത് 17-ാം തീയതിയാണ്, April 17. ആ സമയം ആകുമ്പോഴത്തേനും ഇതിന്റെ പ്രോസ്പെക്ടസ് വരും. അന്നേരം ഈ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് മനസ്സിലാവും. ടെൻഷൻ അടിക്കണ്ട. പക്ഷേ നിങ്ങൾ കഴിഞ്ഞ വർഷം ഈ പരീക്ഷ എഴുതിയിട്ടുണ്ട് എങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി ഈ ബേസിക് രജിസ്ട്രേഷന്റെ സംഭവം ഉണ്ട്. നിങ്ങൾ വീണ്ടും ഇത് ചെയ്യേണ്ട ആവശ്യമില്ല, അതേ സാധനം തന്നെ ഉപയോഗിക്കാനേ ഉള്ളൂ. പക്ഷെ അങ്ങനെ ഒരു സാധനം നിങ്ങൾ ചെയ്തിട്ടില്ല, നിങ്ങൾ ഈ വർഷം പരീക്ഷ എഴുതുന്ന കുട്ടിയാണ്, അതായത് ഇപ്പോൾ 12ാം ക്ലാസ്സിൽ എക്സാം എഴുതുന്നവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എല്ലാവരും ബേസിക് രജിസ്ട്രേഷനിലേക്ക് പോകണം. അതായത് ഈ 2025 മാർച്ച് മാസത്തിലെ +2 പരീക്ഷ എഴുതിയ കുട്ടികൾ അവര് ബേസിക് രജിസ്ട്രേഷൻ എന്തായാലും ചെയ്യണം. കാരണം നിങ്ങൾ കഴിഞ്ഞ വർഷം ചെയ്തിട്ടില്ല. അപ്പോൾ അവർ ചെയ്യേണ്ട സംഭവമാണ് ഈ ബേസിക് രജിസ്ട്രേഷൻ. അതിന്റെ ഡേറ്റ് ആണ് ഓപ്പൺ ആയത്. April 8-ാം തീയതി മുതൽ നിങ്ങൾക്ക് ഇത് ചെയ്തു തുടങ്ങാം. ഈ ഫൈനൽ രജിസ്ട്രേഷൻ April 17 മുതലാണ്. ഈ പ്രോസ്പെക്ടസ് വരൂലേ, അപ്പൊ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അതിൽ എന്തൊക്കെ കോഴ്സ് ഉണ്ട്, എക്സാം പാറ്റേൺ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം കേട്ടോ. കീപ് ഗോയിങ്. ഹാപ്പി ലേണിംഗ്.